الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധമായ റമളാനിലെ ഏതാനും ദിവസങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പാപമോചനം ആഗ്രഹിച്ചും പ്രതിഫലം മോഹിച്ചും ധാരാളം അമല് സ്വാലിഹാത്തുകൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമാക്കാനും നിരന്തരമാക്കാനും നമ്മൾ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആമുഖമായി ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ദുആയാണ്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ ആമുഖമായി ഓതിയത്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എൻ്റെ രക്ഷിതാവേ, എനിക്ക് അധികാരത്തിൽ നിന്നും താങ്കൾ നൽകിയിരിക്കുകയാണ്. അധികാരത്തിൽ നിന്ന്
എനിക്ക് നൽകിയിരിക്കുകയാണ്. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, വർത്തമാനങ്ങളുടെ തഅവീൽ, വ്യാഖ്യാനം അഥവാ സ്വപ്ന വ്യാഖ്യാനം, അത് താങ്കൾ എന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്, നീ എന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായവനെ, അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, നീയാണ് ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ വലി, എൻ്റെ രക്ഷകൻ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ, നീ എന്നെ സാലിഹീങ്ങളിൽ കൂട്ടത്തിൽ ചേർക്കണമേ. യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കണം. ഒരു നബിയാണ് പ്രാർത്ഥിക്കുന്നത്, മുസ്ലിമായിട്ട് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് വഹയി കിട്ടുന്ന, പടച്ചവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവാചകനാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ എന്ന്. മുസ്ലിമായിട്ട് മരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്ത് എന്ത് കിട്ടിയാലും ശരി, എത്ര സുഖകരമായ ജീവിതം അനുഭവിച്ചാലും ശരി, എത്ര സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാലും ശരി, ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മുസ്ലിമായിട്ട് മരിക്കുക. ആ മുസ്ലിമായിട്ട് മരിക്കാൻ സമാധാന അന്തരീക്ഷം തന്നെ വേണമെന്നില്ല. അങ്ങേയറ്റത്തെ പ്രയാസമുള്ള അന്തരീക്ഷങ്ങളിൽ പോലും മുസ്ലിമായിട്ട് മരിക്കാം. ശാന്തതയോടെ ജീവിക്കുന്ന പരിസരത്തും മുസ്ലിമായിട്ട് മരിക്കാം. ഭീഷണി നിറഞ്ഞു നിൽക്കുന്ന ലോകത്തും മുസ്ലിമായിട്ട് മരിക്കാം. മുസ്ലിമായിട്ട് മരിക്കണം. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമ്പിയാക്കന്മാരെല്ലാം കൊതിച്ചതിനാ. അവര് ജീവിതത്തിൽ കുറേ സൗഭാഗ്യം ഉണ്ടാവാനും ജീവിതത്തിൽ കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടാവാനും ഒക്കെ മനുഷ്യർ എന്ന നിലക്ക് ആഗ്രഹിച്ചവരാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഏറ്റവും വലിയ മോഹം എന്തായിരുന്നു? പൂതി എന്തായിരുന്നു? മുസ്ലിമായിട്ട് മരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, തവഫനി മുസ്ലിമൻ. ഇത്രയൊക്കെ നൽകിയല്ലോ, ഭരണാധികാരം നൽകി, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അടിമയാക്കി മാറ്റപ്പെട്ട് ബഹിഷ്കൃതനായി ജയിലിൽ തള്ളപ്പെട്ട് എല്ലാത്തിനും ശേഷം അള്ളാഹുവേ നീ എനിക്ക് ഒരു രാജ്യത്തിന്റെ മിസ്റിന്റെ ഭരണം നീ എനിക്ക് നൽകിയല്ലോ. ഒരു മനുഷ്യനും കൊടുക്കാത്ത വ്യാഖ്യാനത്തിന്റെ മുഅ്ജിസത്ത്, അൽ അമാനുഷിക ദൃഷ്ടാന്തം, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അമാനുഷികമായിട്ടുള്ള ദൃഷ്ടാന്തം നീ എനിക്ക് പഠിപ്പിച്ചല്ലോ. നീ എന്റെ വലിയാണ്, നീ എന്റെ സൃഷ്ടാവാണ്. പക്ഷേ പടച്ചവനെ, ആ നൽകിയതിനേക്കാൾ വലുത് ചോദിക്കാണ്, തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായിട്ടൊന്ന് മരിപ്പിക്കണേ. ഇതാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. നമ്മളും ചോദിക്കണം, നിരന്തരം ചോദിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. ആയത്ത് നമ്മളെ പഠിപ്പിക്കുക. ആരോടാണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ വിളിച്ചത്. ഈമാനുള്ളവരെ, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചോളൂ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോവാൻ പാടില്ല. ഈമാനുള്ളവനോട് പറയാ മുസ്ലിമായിട്ട് മരിച്ചോണം. നമ്മൾ വിചാരിക്കും നമ്മൾ ഈമാനിലാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ മരിക്കുമ്പോൾ നമ്മൾ ഈമാനിലാണോ? ഇപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ സബീലിലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ ഈ കുഫർ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല, നമ്മൾ നിഷേധം കണ്ടിട്ടില്ല. നമ്മൾ വിചാരിക്കും ഇങ്ങനെ തന്നെ നമ്മൾ മരിച്ചു എന്നാണ്, ഇങ്ങനെ തന്നെ നമ്മൾ മരിച്ചു പോകുന്നാണ് വിചാരിക്കുന്നത്. നോക്കൂ, മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കുക എന്നത് ഒരു തൗഫീഖാണ്. മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കുക എന്നതൊരു തൗഫീഖാണ്.
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇന്ന അഹദുക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന. നിങ്ങളിൽ ഒരാൾ അവൻ എന്ത് ചെയ്യുന്നു? സ്വർഗ്ഗക്കാരന്റെ, അഹ്ലുൽ ജന്നയുടെ സ്വർഗ്ഗക്കാരന്റെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും. സൽക്കർമ്മേ, നോമ്പെടുക്കുന്നു, നിസ്കരിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറക്ക് പോകുന്നു, സകാത്ത് കൊടുക്കുന്നു, ദാനധർമ്മങ്ങൾ നൽകുന്നു, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു. ഇങ്ങനെ സ്വർഗ്ഗക്കാരന്റെ പ്രവൃത്തി ചെയ്ത് ചെയ്ത് നിങ്ങളിൽ ഒരുത്തൻ ജീവിച്ചുകൊണ്ടേ ഇരിക്കും. ഹത്താ മാ യകൂന ബൈനഹു വബൈനഹ ഇല്ല ദിറാഅ്. അവനും സ്വർഗ്ഗത്തിനും ഇടയിൽ, ആ ജീവിതം കൊണ്ട് അവനും സ്വർഗ്ഗത്തിനും ഇടയിൽ ഒരു ചാൺ മാത്രം വ്യത്യാസമുള്ള സമയം. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ എഴുതപ്പെട്ട വിധി അവനെ മുൻകടക്കുകയാണ്. ഫയഅമലു ബിഅമലിൽ അഹ്ലിന്നാർ, അതാ അവസാനത്തെ അവന്റെ അമൽ അഹ്ലുന്നാറിന്റെ അമലാകുന്നു. ഫയദ്ഖുലുഹാ, ആ നരകത്തിൽ അവൻ പ്രവേശിക്കുന്നു. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ചെയ്ത പണി എപ്പോഴാ മരിക്കാന്ന് നമുക്കറിയില്ല. മരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് ചെയ്ത അമൽ, ആ അമലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വഇന്ന അഹദുക്കും ലയഅമലു ബിഅമലിൽ അഹ്ലിന്നാർ, അഹ്ലുന്നാറിന്റെ പ്രവൃത്തി ചെയ്ത് ജീവിച്ച മനുഷ്യൻ, നരകക്കാരന്റെ പ്രവൃത്തി ചെയ്തവൻ, മദ്യപിച്ചവനും വ്യഭിചരിക്കലും അതുപോലെ എല്ലാ വേണ്ടാ വൃത്തികളും മ്ലേച്ഛ വൃത്തികളൊക്കെ ചെയ്ത് 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 അവൻ ജീവിച്ചു കൊണ്ടിരുന്നു. ഹത്താ മാ യകൂന ബൈനഹു വബൈനഹാ ഇല്ല ദിറാഅ്, മരണത്തിനും അവനും ഇടയിൽ ഒരു ചാണിങ്ങനെ വ്യത്യാസമുള്ളോ. മരിക്കണന്റെ കുറച്ച് മുമ്പ് ഇതാ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ വിധി മുൻകടക്കുകയാണ്. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അവന്റെ അവസാനത്തെ പ്രവൃത്തി അഹ്ലുൽ ജന്നയുടേതാണ്, സ്വർഗ്ഗക്കാരന്റെയാണ്. ഫയദ്ഖുലുഹാ, അവൻ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം. നമുക്ക് അഹങ്കരിക്കാനോ വല്ലവന്റെ സൂക്ഷ്മത അളക്കുവാനോ അവൻ പോരാ ഇവൻ പോരാ എന്ന് പറയാനോ, ഇവനൊക്കെ എന്ത് മുസ്ലിമാണെന്ന് ചോദിക്കാനോ, ഇവനക്കൊക്കെ പടച്ചോനെ പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മളൊന്ന് ആലോചിക്കണം. അവൻ എങ്ങനെ മരിക്കാൻ പോണത്, ഞാൻ എങ്ങനെ മരിക്കാൻ പോണത്? അവൻ എങ്ങനെ മരിക്കും, ഞാൻ എങ്ങനെ മരിക്കും എന്ന വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഒരു വിശ്വാസിന്റെ ഏറ്റവും വലിയ പേടിയതാണ്. വിശുദ്ധ ഖുർആൻ രണ്ട് തരത്തിലുള്ള മരണത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. ഒന്നെന്താ? അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന ലാ യഖൂലൂന സലാമുൻ അലൈക്കും. ഒരു മരണമാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, വിശിഷ്ടരായി ജീവിച്ച ആളുകൾ, അവരെ മലക്കുകൾ മരിപ്പിക്കാൻ വരുന്ന സമയം അവരുടെ അടുത്തേക്ക് അവരെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നു. യഖൂലൂന, ആ മലക്ക് അവരോട് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നല്ലോ ഈ ദുനിയാവിൽ, നിങ്ങളെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചല്ലോ, പടച്ചോൻ പറഞ്ഞതിന്റെ പേരിൽ കുറെ ത്യാഗങ്ങൾ നിങ്ങൾ ചെയ്തല്ലോ, നിങ്ങൾ ആയുസ് കഴിഞ്ഞ് നിങ്ങൾ മരിക്കാൻ പോവാണ്. ആ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് സലാം ചൊല്ലുന്നു. നിങ്ങളുടെ റൂഹിനെ ആദരവോടെ ഞങ്ങൾ എടുക്കുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുകയും എന്നിട്ട് നേരെ ചൊവ്വ നിലകൊള്ളുകയും ചെയ്തവൻ, തൗഹീദും ഈമാനും പറഞ്ഞിട്ട് ജീവിതം ഇസ്ലാമീകരിച്ച് ജീവിച്ചവൻ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ മേൽ മലക്ക് വരും ഒരു ദിവസം അവന്റെ റൂഹ് പിടിക്കാൻ. ആ റൂഹ് പിടിക്കുമ്പോ അല്ലാ തഖാഫു വലാ തഹ്സനു, മലക്ക് അവനോട് പറയുന്നെന്താ? പേടിക്കണ്ടട്ടോ, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിന്റെ ഈ വേദനയ്ക്ക്, മരണവേദനയ്ക്ക് പകരം ഇതാ സ്വർഗ്ഗത്തെ പറ്റി നിന്നെ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നവരാണ് ഞങ്ങൾ. അല്ലതീ കുൻതും തുഅദൂൻ, നീ ആഗ്രഹിച്ച കൊതിച്ച നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. നീ പേടിക്കണ്ട, നിരാശപ്പെടണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ കൂട്ടുകാരാണ്, നിന്റെ മിത്രങ്ങളാണ്, പേടിക്കണ്ട.
വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസകും, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് മുഴുവൻ ഒരുക്കി വെച്ച സന്തോഷം നിറഞ്ഞ ലോകത്തേക്ക്. വലക്കും ഫീഹാ മാ തദഊൻ, നീ ചോദിക്കുന്നത് മുഴുവൻ നൽകപ്പെടുന്ന ഒരു വല്ലാത്ത ലോകത്തേക്ക് നിന്നെ കൊണ്ടുപോവാണ്. നുസുലും മിൻ ഗഫൂരിർ റഹീം, പരമകാരുണ്യകനായ അങ്ങേയറ്റം പൊറുക്കുന്ന അള്ളാഹുവിന്റെ വിരുന്നിലേക്ക് നിന്നെ ഞങ്ങൾ കൊണ്ടുപോവാണ്. അങ്ങനെയാണ് പിടിക്കുക റൂഹ്. പിന്നെ അവന് എന്ത് വേദനിച്ചാൽ എന്താ? അവന്റെ കണ്ടനാടി പിന്നെ കൂട്ടിപ്പിരിഞ്ഞാൽ എന്താ? അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന പോലും അവൻ ആസ്വദിക്കും. വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് അതിനേക്കാൾ കുറഞ്ഞ മരണവേദന ഇനി ഒരു മനുഷ്യനില്ല. ഇനി നമുക്ക് കൂടാനേ ഉള്ളൂ. ആ വേദനയുടെ സമയത്ത് പോലും വിശ്വാസിക്ക് വേദന പ്രശ്നമല്ല. കാരണം എന്താ? മലക്കുകൾ സമാധാനിപ്പിക്കാണ്, മലക്കുകൾ അവനെ ആശ്വസിപ്പിക്കാണ്. മുസ്ലിമായിട്ടാണ് അവൻ മരിക്കുന്നത്, അള്ളാഹുവിനനുസരിച്ചിട്ട് അവസാനത്തെ അമൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ ചെയ്തിട്ടാണ് അവൻ മരിക്കുന്നത്. ആ മരണത്തിന് അവനെ ആശ്വസിപ്പിക്കുകയും അവനെ സമാധാനിപ്പിക്കുകയും അവന് വാഗ്ദാനങ്ങൾ കൊടുക്കുകയും അവന്റെ വേദനകളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത രൂപത്തിൽ അവന്റെ റൂഹിനെ പിടിക്കാൻ. ഇനി മറ്റൊരു മരണമോ? വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. എന്താ? വലൗ തറാ, നീ കണ്ടിരുന്നെങ്കിൽ, ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, അവിശ്വാസികളെ, നിഷേധികളെ, തെമ്മാടികളെ മലക്കുകൾ അവരുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ, യദ്രിബൂന വുജൂഹഹും, അവരുടെ മുഖങ്ങളിലേക്ക് മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കും. വഅദ്ബാറഹും, അവരുടെ പുറകിലേക്ക് മലക്കുകൾ അടിച്ചുകൊണ്ടേയിരിക്കും. വദൂഖു അദാബൽ ഹരീഖ്, വെന്ത് കരിയുന്ന ശിക്ഷയിലേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവന്റെ റൂഹിനെ വലിച്ചെടുക്കും. പരുഷമായി, ക്രൂരമായി അവനോട് പെരുമാറും. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, ളാലിമീങ്ങൾ, അക്രമികൾ, പടച്ചോൻ പറഞ്ഞത് ധിക്കരിച്ച് ഹറാമും ഹലാലും നോക്കാതെ, ഹക്കും ബാത്തിലും നോക്കാതെ സുഖിച്ച് ജീവിച്ചവർ, അവരുടെ മരണം നീ കണ്ടിരുന്നെങ്കിൽ, മലക്കുകൾ ഇങ്ങനെ കൈനീട്ടിയിട്ട് അഖ്രിജു അൻഫുസകും, നിന്റെ ആത്മാവിനെ പുറത്തേക്കെടുക്ക് എന്ന് പറഞ്ഞ് അവന്റെ റൂഹിനെ അവന്റെ ശരീരത്തിൽ നിന്ന് വലിച്ച് പറിച്ചെടുക്കും. അപ്പൊ മലക്ക് അവന്റെ കാതിൽ പറഞ്ഞു കൊടുക്കും, അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്ന് നിനക്ക് നിന്ദ്യമായ ശിക്ഷയാണടാ ഒരുക്കി വെച്ചിരിക്കുന്നത്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, പടച്ചോന്റെ പേരിൽ ഹക്കല്ലാത്ത പറഞ്ഞു നടന്നവനെ, വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അല്ലാഹുവിന്റെ ആയത്തുകൾക്ക് നേരെ കിബ്ർ നടിച്ചിട്ട്, അഹങ്കാരം നടിച്ചിട്ട് മാറി നിന്നവനെ, നിനക്ക് നിന്ദ്യമായ ഹീനമായ ശിക്ഷയാണടാ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ ശപിച്ചുകൊണ്ടാണ് അവന്റെ റൂഹ് പിടിക്കുക. മുസ്ലിം അല്ലാതെ മരിച്ചതാ. അവസാനത്തെ അമൽ അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെടാത്ത അമലായി പോയി, അവസാനത്തെ അമൽ. അതുകൊണ്ട് വിശ്വാസികളെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ റസൂല് ആ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമൻ, അല്ലാഹുവേ തവഫനാ, മരിപ്പിക്കണേ ഞങ്ങളെ മരിപ്പിക്കണേ, മുസ്ലിമൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ മരിപ്പിക്കണേ. വ അഹ്യിനാ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ. വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവസാനം ഞങ്ങളെ ചേർത്ത് വെക്കണേ. വിശ്വാസിന്റെ ദുആ ആയിരിക്കണം. എല്ലാ പ്രവാചകന്മാരും ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യൂസുഫ് നബിന്റെ പ്രാർത്ഥന ഖുർആൻ എടുത്തു പറഞ്ഞു. എല്ലാ നബിമാരും പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട്, ഏറ്റവും വലിയ പൂതിയായിട്ട് പടച്ചവനോട് അവർ ചോദിച്ചുകൊണ്ടിരുന്നതാ. നമ്മൾ മരണത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാത്ത ദിവസം ഉണ്ടാവാൻ പാടില്ല. ജീവിതത്തെ പറ്റി നിങ്ങൾ ചോദിച്ച മറന്നാലും സാരില്ല. നിങ്ങൾ കച്ചവടം നന്നാവണം എന്ന് പ്രാർത്ഥിക്കാൻ മറന്നാലും വലിയ അപകടമില്ല.
നിങ്ങളെ രോഗം ശിഫാവണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയിക്കോട്ടെ, അതുകൊണ്ട് അപകടമൊന്നുമില്ല. നിങ്ങളെ എന്ത് ആവശ്യങ്ങളും ദുന്യാവിയായ എന്ത് ആവശ്യങ്ങളും മറന്നുപോയാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ മരണത്തെ പറ്റിയിട്ട് ചോദിക്കാൻ മറക്കരുത്. ഒരു മുസ്ലിം മരണത്തെ പറ്റി ചോദിക്കാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം അതായിരിക്കണം, അവസാനത്തെ ചോദ്യം അതായിരിക്കണം. അതിന്റെ ഇടയിലാണ് ദുനിയാവും പിന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ഇടയിലാണ് ആദ്യത്തെ നമ്മളെ ചോദ്യം റബ്ബനാ തവഫനാ മുസ്ലിമൻ, പടച്ചവനെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ, വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ. ഈ പ്രാർത്ഥന നിരന്തരം ചെയ്യുക. ഈ പ്രാർത്ഥനയ്ക്ക് രക്ഷയുള്ളൂ. നമ്മൾ വിചാരിച്ചത് നമ്മളെ അമൽ ഇങ്ങനെ നന്നായി നമ്മൾ അമലെടുക്കാണല്ലോ, ഈ അമൽ കൊണ്ട് സ്വർഗം നമുക്ക് കിട്ടുമോ? റമളാന് പറന്നിട്ട് ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്ന് വിചാരിക്കുക. എഴുത്തിക്കാഫ് അവസാനത്തെ 10 ഇരിക്കുക. വേണ്ട, ഈ റമളാൻ 30 നിങ്ങൾ എഴുത്തിക്കാഫിരുന്നു, ഒരു തെറ്റ് പോലും നിങ്ങൾ ചെയ്തില്ല. 30 ദിവസം നിങ്ങൾ കണ്ണും കാതും നാവും സൂക്ഷിച്ചു, ഒരു തെറ്റ് പോലും, ഒരു കറാഹത്ത് പോലും നിങ്ങൾ ചെയ്തില്ല. ധാരാളം അമൽ സ്വാലിഹാത്തുകൾ നിങ്ങൾ ഈ ഒരു മാസം ചെയ്തു കൂട്ടി. നിങ്ങൾ അമലുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോവോ? നമ്മുടെ സ്വന്തം അമൽ കൊണ്ട് സ്വർഗത്തിൽ പോകുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നു, ലൈസ അഹദുൻ യുൻജീഹി അമലുഹു, നിങ്ങളിൽ ഒരാളും സ്വന്തം അമലിന്റെ പേരിൽ സ്വർഗത്തിൽ പോവില്ല. സ്വന്തം അമലിന്റെ പേരിൽ. ഖാലു, സഹാബത്ത് തിരിച്ചു ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ താങ്കളോ അങ്ങനെ തന്നെയാണോ? ഞങ്ങൾ പോവില്ല, പക്ഷെ അറിയാൻ വേണ്ടി ചോദിക്കാണ്, താങ്കളും അങ്ങനെ തന്നെയാണോ? ഖാൽ, അവിടുന്ന് മറുപടി പറഞ്ഞു, വല അന, ഞാനും അങ്ങനെ തന്നെയാണ്. എന്റെ നിസ്കാരം, എന്റെ നോമ്പും എന്റെ ഹജ്ജും കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോവാൻ പറ്റില്ല. ഇല്ലാ അൻ യതദാറകനി അല്ലാഹു മിൻഹു ബിറഹ്മത്തിൻ, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ അങ്ങനെ പൊതിഞ്ഞു പിടിച്ചിട്ടില്ലെങ്കിൽ ഈ എന്റെ നിസ്കാരം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാൻ പോണില്ല. ആലോചിക്ക, ആരാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അതിനേക്കാൾ നല്ലൊരു നിസ്കാരം നിസ്കരിക്കാൻ ഒരു ഹൽക്ക് ഉണ്ടാവാൻ പോണില്ല, ഒരു പടപ്പില്ല. അതിനേക്കാൾ നല്ല സുജൂദ് ചെയ്യാൻ, അവിടെ നിന്ന് സമർപ്പിച്ച ആരാധനകളെക്കാൾ നല്ല ഒരു ആരാധന മാനവകുലം ഒരുമിച്ച് ചെയ്താലും ആവൂല. അവിടെ നിന്ന് ദുആ ചെയ്ത അവിടുത്തെ ഭക്തി, അവിടുത്തെ ഖുളൂ', അവിടുത്തെ ഖുശൂ', അതൊക്കെ മനുഷ്യ സമൂഹം ഒന്നിച്ചിരുന്നാലും അതിന്റെ ഒരു 7 അയലത്തേക്ക് എത്തില്ല. അദ്ദേഹം പറയാണ്, എന്റെ അമൽ കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല സ്വർഗത്തിൽ. നമ്മൾ അമൽ കൊണ്ട് പോകാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്തറിയോ? പടച്ചോന് കാരുണ്യം കൊണ്ട് പൊതിയണം എന്നെ, വിട്ടുവീഴ്ച ചെയ്യണം എന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കും, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം കഅബാലയം പണിതിട്ട് ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തെന്തറിയോ? കഅബാലയം പണിയുമ്പോ, ഇന്ന് നമ്മൾ സൗദി അറേബ്യയിലെ മക്കയിൽ പോയിട്ട് കഅബാലയം കാണുമ്പോ പിന്നെ എയർ കണ്ടീഷനിൽ ചുറ്റും പിന്നെ കോൺക്രീറ്റ് കൊണ്ട് മറച്ചു വെച്ച ഒരു സുന്ദരമായി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ അന്നതല്ല. അന്ന് മരുഭൂമിയാണ്. മനുഷ്യരില്ലാത്ത ഒരിറ്റ് വെള്ളമില്ലാത്ത മരുഭൂമിയിൽ തന്റെ തലയിൽ വലിയ പാറക്കല്ലുകൾ കയറ്റി വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെയും കൂട്ടി, ഇസ്മായിൽ അലി ഇസ്ലാമിനെയും കൂട്ടിയിട്ട് ആ കഅബാലയം പണിയാ. ഇബ്രാഹിം നബി ഒരു കല്ലിങ്ങനെ ഇട്ട് തന്നെക്കാൾ ഉയരെത്തിയപ്പോ അതിന്റെ മുകളിലേക്ക് കല്ല് വെക്കാൻ വേണ്ടി ഒരു കല്ല് അവിടെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇബ്രാഹിം നബി ഈ കല്ലുകൾ ഇങ്ങനെ പടുത്തു പോയത്. ആ കല്ലിനാണ് നമ്മൾ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചില്ലിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആ കല്ലിൽ ഇബ്രാഹിം നബിന്റെ കാൽപ്പാട് നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന, ഒരു കല്ലിൽ കാൽപ്പാട് ഇങ്ങനെ മിനുസമായിട്ട് ഇങ്ങനെ വരണമെങ്കിൽ എത്ര ദിവസങ്ങൾ, എത്ര നേരം അദ്ദേഹം ആ കല്ല് ചുമന്ന് മരുഭൂമിയിൽ ആ കഅബാലയം പണിത്. എന്നിട്ട് കഅബാലയം പണിതിട്ട് നമ്മൾ ആലോചിക്കണം, കഅബാലയം പണിത ഒരാൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കാനുള്ളത്? ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ സുജൂദും ആ കഅബാലയത്തിലേക്കാണ്. ലോകത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളുടെ റുകൂഉം അവരുടെ ഇഅ്തിദാലും അവരുടെ ഖിയാമും അവരുടെ തശഹുദും എല്ലാം ആ കഅബാലയത്തിന്റെ നേരെ നോക്കിയിട്ടാ. ഓരോ നമ്മിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ മനുഷ്യരിൽ മുഅ്മിനീങ്ങളിൽ നിന്ന് ഓരോരുത്തരും ചെയ്യുന്ന സുജൂദും റുകൂഉം എല്ലാത്തിന്റെ ഓഹരി ഇബ്രാഹിം നബിന്റെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും പിന്നെ കെയർ ഓഫിലൊക്കെ. കാരണം അവരാണ് അത് പണിതത്. എന്നിട്ട് അദ്ദേഹം മാറി നിന്നിട്ട്
ഇതൊക്കെ ചെയ്ത് ഇത്ര വലിയ അമൽ സ്വാലിഹാത്ത് ചെയ്തിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാറി നിന്നിട്ട് നടത്തുന്ന ഒരു ദുആ ഉണ്ട്. എന്താ അറിയോ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പടച്ചോനെ, എന്നീന്ന് ഇതൊന്ന് സ്വീകരിക്കണേ. അമലാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അമൽ ചെയ്തിട്ട് ഇബ്രാഹിം നബി പേടിച്ചിട്ട് ദുആ ചെയ്യാ. പടച്ചോൻ സ്വീകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, പടച്ചവൻ അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ, എവിടെയാണ് നമ്മൾ പരാതി പറയാ? ആരോടാണ് നമ്മൾ നമ്മുടെ ആ പരാതി പറയാ? അള്ളാഹുവിന് ഈ ഇബാദത്ത് വേണ്ട എന്നല്ല തീരുമാനിച്ചാൽ ഒരാൾക്കും അർഹതയില്ല എന്റെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിച്ചേ പറ്റൂ, അത്രക്കും ന്യായമുണ്ട് എന്റെ ഇബാദത്തിന് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീവി നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇബ്രാഹിം നബിക്ക് അതാണ് പേടി. ഇബ്രാഹിം നബിനെ പേടിപ്പിച്ചതാ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, റബ്ബനാ തഖബ്ബൽ ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ, നാദാ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എടുത്ത പണി മുഴുവൻ ബാത്തിലായി പോയവരായി ഞങ്ങൾ മാറും. അതുകൊണ്ട് റബ്ബേ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല, ഈ പ്രാർത്ഥന ഉണ്ടാവണം. പടച്ചവനോട്, പടച്ചവനെ ചെയ്തതെടുക്കണേ. ഓരോ നോമ്പ് മുറിക്കുമ്പോഴും, ഓരോ നിസ്കാരം കഴിയുമ്പോഴും, ഓരോ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുമ്പോഴും, ഓരോ ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോഴും പടച്ചവനെ ഇതൊന്ന് സ്വീകരിക്കണേ നാഥാ, ഇതൊന്ന് സ്വീകരിക്കണേ. ഇതിന് കുറവുണ്ട്, ഇതിന് ന്യൂനതകളുണ്ട്, ഇതിന് പോരായ്മകളുണ്ട്, പക്ഷെ റബ്ബേ നീ ഒന്ന് സ്വീകരിക്കണേ എന്ന കൊതിയോടെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാത്തൊരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ പോണില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുക, ലൗ അന്ന റജുലൻ യഖിറു അലാ വജ്ഹിഹി, ഒരു മനുഷ്യൻ അവന്റെ മുഖം നിലത്ത് വലിച്ചിഴക്കുകയാണ്. ഒരു മനുഷ്യൻ, ശരിക്കും ശ്രദ്ധിക്കണം, ഒരു മനുഷ്യൻ അവന്റെ മുഖം നിലത്ത് വലിച്ചിഴക്കുകയാണ്. മിൻ യൗമി വുലിദ, അവൻ ജനിച്ച ദിവസം തൊട്ട്, ഇലാ യൗമി യമൂതു ഹറമ, അവൻ വൃദ്ധനായി മരിക്കുന്ന ദിവസം വരെ അവന്റെ മുഖം നിലത്ത് വലിച്ചിഴക്കുന്നു. ഫീ മർളാത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? ജനിച്ച ദിവസം മുതൽ. അങ്ങനൊന്നും സംഭവിക്കൂല. ജനിച്ചൊരു ചോരപ്പൈതലിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീമായ 2 തലങ്ങൾ റസൂൽ നമ്മളെ പഠിപ്പിക്കുക. ജനിച്ചന്ന് മുതൽ വൃദ്ധനായി ഹറമാന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പടുവൃദ്ധൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ കടൽ കിളവൻ എന്നൊക്കെ പറയുമല്ലോ, അത്രക്കും വാർദ്ധക്യം പ്രാപിച്ച് ജനിച്ച നാൾ മുതൽ അവൻ ചെയ്ത പണി എന്താ? വൃദ്ധനായി മരിക്കുന്നത് വരെ അവൻ ചെയ്ത പണി അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടി അവന്റെ മുഖത്തെ അവൻ നിലത്തിട്ടു. അതിങ്ങനെ വലിച്ചു കൊണ്ടടന്നു. വേറെ ഒന്നും അവൻ ചെയ്തിട്ടില്ല. ഒരു പാപം ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. പടച്ചവന് വേണ്ടി അവന്റെ മുഖം നിലച്ചു കുത്തിവെച്ചു. അങ്ങനെ അവന് വെച്ചിട്ട് മരിച്ചാലോ, ലഹഖറഹു യൗമൽ ഖിയാമ, ആ അമൽ പോലും ഖിയാമത്ത് നാളിൽ നിസ്സാരമായിട്ടായിരിക്കും കാണുക. അതുപോലും നിസ്സാരാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിച്ച് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്ന അന്ന് മുതൽ സുജൂദിൽ കിടന്നിട്ട്, ആ കിടപ്പിൽ സുജൂദിൽ അള്ളാഹുവിനെ സ്തുതിച്ച് കിടന്നാലും അത് വൃദ്ധനായി 19 കൊല്ലം ആ സുജൂദിൽ കിടന്നിട്ട് നമ്മൾ മരിച്ചുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു തിന്മയും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അമലെന്താ? സുജൂദ് മാത്രം. ആ സുജൂദിന് വിരാമമില്ലാത്ത സുജൂദ്. ആ സുജൂദും കൊണ്ട് പരലോകത്തേക്ക് എത്തിയാൽ അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തിന്റെ പോലും നന്ദിയായിട്ട് അത് മാറില്ല. അത് നിസാരമായിരിക്കും. ലഹഖറഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് ഒരു തരിമ്പ് മാത്രമായി, ഒന്നുമില്ലാത്ത ഒരു അമലായിട്ട് അത് ഇങ്ങനെ മാറി നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ എന്തെങ്കിലും അമൽ ചെയ്തിട്ട് പടച്ചവന്റെ അടുത്തേക്ക് രക്ഷ കിട്ടാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, അമൽ സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. എന്ന് പറഞ്ഞ് നമ്മൾ അമൽ ചെയ്യാതിരിക്കാണോ? അല്ല, ചെയ്തവന്റെ അമലാണ് അള്ളാഹു കാരുണ്യത്തോടെ സ്വീകരിക്കും. ധാരാളം നമ്മൾ ചെയ്യണം, ധാരാളം ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിന് പ്രതിഫലമായിട്ട് സ്വർഗം കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഇത് അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹു ഒരു അമലിനെ പർവ്വതീകരിക്കുകയും ചെയ്യും, പർവ്വത സമാനമാക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഒരു ചെറിയ സംഖ്യ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ അള്ളാഹ് അത് വലത് കൈ കൊണ്ട് സ്വീകരിക്കും. എന്നിട്ട് ഒരു കുതിരക്കാരൻ കുതിരക്കുട്ടിനെ നോക്കി വളർത്തുന്ന പോലെ ഈ ദാനധർമ്മത്തെ അള്ളാഹ് ഇങ്ങനെ പെരുപ്പിച്ചു കൊണ്ടിരിക്കും ഖിയാമത്ത് നാൾ വരെ. ഈ ചെറിയ നമ്മൾ കൊടുത്ത 1 രൂപ അതിങ്ങനെ പെരുത്തുകൊണ്ടിരിക്കും. അവസാനം കൽ ജിബാലിൽ അംസാൽ, പർവ്വത സമാനമായി അതിനെ അള്ളാഹു വളർത്തും. അതാണ് തിരിച്ചു നൽകുക. നമ്മൾ അമൽ കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ അതാ. നമ്മൾ അമലിനെ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് വളർത്തിക്കൊണ്ടിരിക്കും. നമ്മളെ നിസ്കാരം നമുക്കറിയാം. നമ്മൾ നിസ്കാരത്ത് തള്ളണമെങ്കിൽ നമ്മളെ നിസ്കാരം തള്ളിക്കളയാവുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ട് നമ്മളെ നിസ്കാരത്തിൽ, എന്തെല്ലാം കുറവുകളുണ്ട്. പക്ഷെ അള്ളാഹു അത് സ്വീകരിച്ചാൽ ന്യൂനതകൾ അള്ളാഹ് പരിഹരിച്ച് അതൊരു നിസ്കാരമായിട്ടല്ല, അള്ളാഹു വളർത്തി 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 വലിയ പ്രതിഫലമുള്ള ഒരു നമസ്കാരമാക്കിയിട്ട് തിരിച്ചു തരുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിൽ പോവുക. നമ്മുടെ അമൽ കൊണ്ടല്ല പോവുക. അതുകൊണ്ട് വിശ്വാസികളെ, അമൽ അള്ളാഹ് സ്വീകരിക്കണം. ഒരു നോമ്പ് ഈ റമളാനിൽ അള്ളാഹ് സ്വീകരിച്ചാൽ മതി. ഒരു നോമ്പ് സ്വീകരിച്ചാൽ മതി, അവന് സ്വർഗുറപ്പാണ്. അതുകൊണ്ട് എന്ത് അമൽ ചെയ്താലും ആത്മാർത്ഥമായിട്ട്, മനസ്സുരുകിയിട്ട്, ഭയപ്പെട്ടിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ. അല്ലാതെ ഞാനിങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, കുറെ ചെയ്തല്ലോ എന്ന തോന്നലല്ല വേണ്ടത്. ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തത് അള്ളാഹ് സ്വീകരിച്ച് കിട്ടിയാൽ മതി എന്ന ഭീതിയോടെ വേണം റമളാനിൽ അമൽ ചെയ്യാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മുടെ ഈ പള്ളിയിൽ നിങ്ങൾക്കറിയാം, ഈ ഏരിയയിൽ ധാരാളം യാത്രക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. നോമ്പ് പിടിച്ചവരായി മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ വന്നു പോകുന്നൊരു പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിൽ നോമ്പുതുറ മുടങ്ങാൻ പാടില്ല. ഈ പ്രദേശത്തൂടെ പോകുന്ന നോമ്പുകാരായിട്ടുള്ള ആളുകൾക്ക് ഓടി വന്ന് കയറാനും നിസ്കരിക്കാനും നോമ്പ് തുറക്കാനുമുള്ള സൗകര്യം ഒരു നിലക്കും മുടങ്ങിപ്പോവാൻ പാടില്ല. അങ്ങനെ മുടങ്ങിപ്പോയാൽ നമ്മൾ ഈ ജുമയ്ക്കിരുന്ന എല്ലാവരും കുറ്റക്കാരായിരിക്കും, ഒരാളില്ലാത്ത കുറ്റക്കാരായിരിക്കും. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത്. അതുകൊണ്ട് ഇവിടുത്തെ നോമ്പുതുറ സവിശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണോ നമുക്കതിലേക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. സാധാരണ ഒരു നോമ്പുതുറക്ക് ഇവിടെ 2500 രൂപ വരും. അത്രയും ആളുകൾ നോമ്പ് തുറക്കാനുണ്ട് ഡെയിലി. പിന്നെ നമ്മുടെ ബാങ്ക് കൊടുത്താൽ നമ്മൾ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുമല്ലോ, ആ ചെറിയ നോമ്പ് തുറ. ഭക്ഷണം കൂടി മഗ്‌രിബിന് ശേഷം ഭക്ഷണം കൂടി കൊടുക്കണമെങ്കിൽ 6500 രൂപയാണ് ചിലവുള്ളത്. നിങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള എല്ലാ ആളുകളും അവർ അവരുടേതായ ഭാഗധേയം ഈ റമളാനിൽ നൽകണം എന്ന് ഓർമ്മപ്പെടുത്താണ്. കഴിയാത്തവർ കഴിയുന്നത്ര. എല്ലാവർക്കും 6600-500 രൂപ കൊടുത്ത് ഒരു നോമ്പുതുറ സംഘടിപ്പിക്കാൻ പറ്റണമെന്നില്ല. 2500 രൂപ കൊടുത്ത് നോമ്പുതുറ സംഘടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരും അവരുടേതായൊരു വിഹിതം ഈ പള്ളിയിലേക്ക് നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. മാത്രമല്ല, പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചെലവുകൾ നമുക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ശമ്പളങ്ങൾ, അതുപോലെ തന്നെ പരിപാലനവുമായി ബന്ധപ്പെട്ട പിന്നെ ചെലവുകൾ എല്ലാം വരുന്നുണ്ട്. ഈ ചെലവുകളൊക്കെ നമ്മൾ ഇതുപോലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നൽകുന്ന സംഭാവനകളിൽ നിന്നും, സ്വതക്കകളിൽ നിന്നും, അതിൽ നിന്നാണ് ഈ പള്ളി നടന്നു പോകുന്നത്. നമ്മുടെ സ്വതക്ക വന്നില്ലെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ മുടക്കം വരും. നമുക്ക് സ്വതക്ക നൽകിയ ആളുകൾ, ആ ആളുകൾ ചെയ്തു വെച്ച പ്രവർത്തനത്തിൻ്റെ പുണ്യം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ചൂട് കൂടിയ സമയത്ത് നമുക്കിവിടെ AC വേണം എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ അതിന് തയ്യാറായി അവരവരുടെ വലിയൊരു സംഖ്യ ചെലവാക്കി നമുക്ക് വേണ്ടി AC വെച്ച് തന്നു. നമ്മളിപ്പോഴും അതിൻ്റെ ഒരു സമാധാനത്തിലും സ്വസ്ഥതയിലും ഇരിക്കുകയാണ്. ഈ ഇരിപ്പ് അവരുടെ ഖബറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രതിഫലം, നമ്മുടെ ആശ്വാസം, നമ്മുടെ സമാധാനം, നമ്മുടെ തണുപ്പ് അതെല്ലാം അവരുടെ ഖബറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതാണ് പിന്നെ ജാരിയായ സദഖന്റെ പ്രത്യേകത. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളുടെ അടുത്തേക്ക് പ്രത്യേകമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഈ പള്ളിയുടെ പരിപാലനത്തിൻ്റെ ചെലവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കമ്മിറ്റി നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്ത് സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. വിശുദ്ധ റമദാനിൽ പ്രത്യേകം ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാണ് ദാനധർമ്മം എന്ന് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദാനധർമ്മമാകുമ്പോൾ അത് പാപമോചനവും പ്രതിഫലവും അതുപോലെ ബറക്കത്തും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ ചില സഹോദരന്മാർ, അവരുടെ മാതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ നമസ്കരിക്കുന്ന ചില സഹോദരന്മാർ, അവർക്കൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥ, അവർക്ക് ശിഫ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരികൾക്കും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർക്കുമൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടതിൻ്റെ പേരിൽ ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്ത ആ സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെടുക്കുന്ന ചികിത്സയിൽ അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. ആ ചികിത്സയിൽ അള്ളാഹു അവർക്ക് ശിഫ വെക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും സമാധാനപരമായ രൂപത്തിൽ അവരുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അവർക്ക് ചുറ്റും വേദനയോടെയും വിഷമത്തോടെയും അവരുടെ പ്രയാസങ്ങൾ നോക്കിക്കണ്ടു നിൽക്കുന്ന അവരുടെ രക്തബന്ധുക്കൾ, അവരുടെ കുടുംബാദികൾ, അവർക്കെല്ലാം അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മളെയും അവരെയും എല്ലാവരെയും ഇത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒന്നൊഴിയാതെ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച്, ഇഷ്ടപ്പെട്ട രൂപത്തിൽ മരിച്ച്, ഇഷ്ടപ്പെട്ട രൂപത്തിൽ പുനർജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി ജീവിച്ച്, മുസ്ലിമായി മരിച്ച്, മുസ്ലിമായി ഉയർത്തെഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിത്നകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരുന്ന തിന്മകളിൽ നിന്നും, കുഴപ്പങ്ങളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ സൊസൈറ്റിയെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു തടഞ്ഞു നിർത്തുമാറാകട്ടെ. പാപികൾക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ അവസാനത്തെ അമൽ, മരണത്തിൻ്റെ തൊട്ടു മുമ്പത്തെ അമൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട, അവൻ പൊരുത്തപ്പെട്ട, അവൻ സ്വീകരിച്ച അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ അവസാനത്തെ അമൽ അഹലുന്നാറിൻ്റെ അമലാകാതിരിക്കാൻ, നരകക്കാരൻ്റെ അമലാകാതിരിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.